ശബരിമല സ്വർണ്ണ കവർച്ചയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സമ്പൂർണ്ണ ശുദ്ധമല്ലെന്ന് തുറന്ന് സമ്മതിച്ച് പ്രസിഡന്റ് PS പ്രശാന്ത്. അന്വേഷണം പൂർത്തിയാക്കുന്നതുവരെ ക്ഷമിക്കാൻ വിമർശകരും പ്രതിപക്ഷവും തയ്യാറാകണം. ദേവസ്വം ബോർഡിൽ എതിരായി സമരവും പ്രതിഷേധവും നടക്കുന്നുണ്ട്. അത് ദൗർഭാഗ്യകരമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രതികരണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പൂർണ്ണമായും സമ്പൂർണ്ണമായും പരിശുദ്ധമാണെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. അതിൽ ദേവസ്വം ബോർഡിൻ്റെ പങ്ക് ചെറുതല്ല. ലക്ഷോപലക്ഷം വിശ്വാസികളുടെ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ താല്പര്യങ്ങളും അവരുടെ വിശ്വാസവും ഒക്കെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത്. അതിൽ ദേവസ്വം ബോർഡിൻ്റെ നിലപാട്, സർക്കാരിൻ്റെ നിലപാട് സുവ്യക്തമായി പ്രഖ്യാപിച്ചും കഴിഞ്ഞു. കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് 6 ആഴ്ച ഒന്ന് ക്ഷമിക്കുവാൻ തയ്യാറാകണം. 6 ആഴ്ച ക്ഷമിച്ച് ഈ അന്വേഷണ ഏജൻസിയോട്, കോടതിയുടെ നിരീക്ഷണത്തിൽ നടത്തുന്ന ഈ അന്വേഷണ ഏജൻസിയോട് സഹകരിക്കുവാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാകണം. പ്രശാന്ത് ശങ്കരമംഗലത്തുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. പ്രശാന്ത്, 6 ആഴ്ച ഒന്ന് ക്ഷമിക്കൂ എന്ന് പറയുന്നതോടൊപ്പം തന്നെ മുൻ പ്രസിഡന്റുമാരൊന്നും അത്ര പെർഫെക്റ്റ് അല്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് PS പ്രശാന്ത്. പ്രശാന്തിന് മനസ്സിലായി തുടങ്ങിയോ ഏതാണ്ട് പ്രശ്നം എവിടെയാണെന്ന്? ശ്യാം, ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ പ്രതിവാര ബോർഡ് യോഗമുണ്ടായിരുന്നു. ആ ബോർഡ് യോഗത്തിന് പിന്നാലെ മാധ്യമങ്ങളെ കാണുമ്പോഴാണ് ദേവസ്വം പ്രസിഡന്റ് ഇത്തരത്തിൽ പരാമർശിച്ചത്. അതായത് ദേവസ്വം ബോർഡ് അത്ര പരിശുദ്ധമല്ല എന്ന പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത്. അതായത് നിലവിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ, ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രതിഷേധങ്ങൾ, ആ പ്രതിഷേധങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ്, അതായത് ഇത്തരം തങ്ങൾക്കെതിരെ മാത്രമാണ് പ്രതിഷേധം നടക്കുന്നത്. നേരത്തെയും ഇവിടെ അതായത് UDF ഭരണകാലം ഉണ്ടായിരുന്നു. ആ UDF ഭരണകാലത്തും ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. അന്നൊന്നും യാതൊരു പ്രതിഷേധങ്ങളും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അന്ന് ഇതിനെക്കുറിച്ച് ആരും മാധ്യമങ്ങളിലടക്കം ഇത്തരത്തിൽ മാധ്യമങ്ങളടക്കം ഇത്തരത്തിൽ വാർത്തകളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത് ദേവസ്വം ബോർഡ് അത്ര പരിശുദ്ധമല്ല എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടായത്. എന്നാൽ ചില മാറ്റങ്ങൾ, മുൻപ് ഇരുന്നതിനേക്കാൾ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പരാമർശിക്കുകയും ചെയ്യുകയും ചെയ്തിട്ട്, എന്തായാലും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെടുന്ന വാർത്തകളും അല്ലെങ്കിൽ ഈ പ്രചരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് എന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ തുറന്നു സമ്മതിക്കുകയാണ് ഇന്ന് ഉണ്ടായത് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറയുന്നത് ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ആ നടന്നതിനെക്കുറിച്ച് കൂടുതൽ അദ്ദേഹം പ്രതികരിക്കാനും തയ്യാറായില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോടും പ്രതികരിച്ചില്ല. പക്ഷേ ഇത്തരത്തിൽ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. എന്തായാലും നിർണായകമായൊരു യോഗം ആണെന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടന്നത്, പ്രതിവാര ദേവസ്വം ബോർഡ് യോഗമായാണ്. അതിനുശേഷമാണ് മാധ്യമപ്രവർത്തകരോട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. BJPയും ഹൈന്ദവ സംഘടനകളും അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും 6 ആഴ്ചക്കാലം, അതായത് ഹൈക്കോടതി നിശ്ചയിച്ച അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം നടക്കുകയാണ്. 6 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ്. ആ 6 ആഴ്ച ഒന്ന് ക്ഷമിക്കാൻ തയ്യാറാകണം. അതിനുശേഷം ഇത്തരത്തിൽ നടപടികൾ എന്തെങ്കിലും ഉണ്ടാകും, അല്ലെങ്കിൽ അതിനുശേഷം ആ അന്വേഷണ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് എന്നതിന് ശേഷം പ്രതിഷേധം നടത്തുന്നതാകും ഉചിതം എന്ന നിലയിലേക്കാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ കാര്യങ്ങളൊന്നും അത്ര ശുദ്ധമല്ല, അത്ര പരിശുദ്ധമല്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ കുറ്റസമ്മതം വന്നു കഴിഞ്ഞു. അപ്പോൾ ആ അർത്ഥത്തിൽ കൂടി നമ്മൾ ഇതിനെ വിലയിരുത്തേണ്ടേ? തീർച്ചയായും അതുതന്നെയാണ് ശ്യാം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ തുറന്നു സമ്മതിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് ബോർഡ് അത്ര പരിശുദ്ധമല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബോർഡിനുള്ളിലെ കാര്യങ്ങൾ, ബോർഡ് അത്ര സുതാര്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ അഴിമതിയുണ്ട്, മറ്റ് ഉദ്യോഗസ്ഥ തലത്തിലുണ്ടാകുന്ന ക്രമക്കേടുകൾ നിരവധിയുണ്ട്. അത് ഒന്നുകൂടി അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം PS പ്രശാന്ത് അടക്കം പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സ്വർണ്ണ കവർച്ച നടന്നത് 2019 പോലും അത് പത്മകുമാറിൻ്റെ കാലത്താണ്, ഈ പ്രസിഡന്റായിരുന്ന കാലത്താണ് സ്വർണ്ണ കവർച്ച നടന്നതെങ്കിൽ പോലും ഇന്ന് പ്രതിരോധത്തിലായി നിൽക്കുന്നത് PS പ്രശാന്താണ്. കാരണം ഇത് നിലവിലെ പ്രസിഡന്റാണ്. ഇത്തരം കാര്യങ്ങളിലെല്ലാം ഉത്തരം പറയാൻ ബാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ PS പ്രശാന്ത് അടക്കം പ്രതിരോധത്തിലാകുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല PS പ്രശാന്തിൻ്റെ വീട്ടിലടക്കം പ്രതിഷേധ മാർച്ചുകൾ നിരന്തരം നടക്കുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ രാജി ആവശ്യവും ശക്തമാണ്. PS പ്രശാന്തും രാജിവെക്കണമെന്നൊരു ആവശ്യം
ശക്തമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് സ്വയം പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അദ്ദേഹത്തെ തന്നെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. നമുക്ക് അതുകൂടി വ്യാഖ്യാനിക്കാം. കാരണം ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് അത്ര പരിശുദ്ധമല്ല, പക്ഷേ തൻ്റെ കാലത്ത് ഇതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുകൂടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു സേഫ് സോണിലേക്ക് നിന്നുകൊണ്ട് സംസാരിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ക്രമക്കേടുകൾ നൽകിയത് എന്തായാലും തുറന്ന് സമ്മതിക്കുകയാണ് PS പ്രശാന്ത്. എൻ്റെ മുൻഗാമികളൊന്നും അത്ര കണ്ട് ശുദ്ധരല്ല എന്ന് അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പിന്നെ ഇതൊക്കെ നടക്കുമോ എന്നാണ് മറുചോദ്യം മാധ്യമപ്രവർത്തകരോട് PS പ്രശാന്ത് ചോദിക്കുന്നത്.